ഹായ് ഫ്രണ്ട്സ്, ടൊരട്ടുപ്പ. ടൈറ്റിൽ കോൾഡ് ഹസ്ബൻഡ്. നമ്മളെ ഹീറോയിൽ ഒരു ഇന്ത്യയിൽ ഒരു കാർട്ടൂൺസ് ഒരു കമ്പനി വെച്ച് ചെയ്യാം. അത് കാർട്ടൂൺസ് ഹീറോയ്ക്ക് ഡയറക്ടറാണ്. കാർട്ടൂൺസ് നിറയെ നല്ല വീഡിയോസ് എല്ലാം ചെയ്ത് എഡിറ്റിങ് ചെയ്ത് നല്ല ഫേമസ് കമ്പനിയാണ് ഹീറോയിൻ്റെ. ഹീറോ അത് ചെയ്യാം. ജിൻ ഒരു ആക്ടറാണ്, ഫേമസ് ആക്ടർ, കുറേ ആക്ടറാണ്. 7 മെമ്പേഴ്സ് ആക്ട് ചെയ്യുക. അതുമാത്രമല്ല ജിന്നിൻ്റെ കമ്പനിയാണ്, ആക്ടിങ് കമ്പനി. ഒരു ഡയറക്ടർ നോക്കും, ഒരു ആക്ടർ നോക്കും. ആ കമ്പനി CEO അതാണ് ജിൻ. നമുക്കിപ്പോൾ ഹീറോയിനെ നോക്കാം. ഹീറോയിൻ പറയാൻ തുടങ്ങി, എന്ത് പറ്റിടി? അതെ, പുതിയ കാർട്ടൂൺസ് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോൾ റിലീസായിടി എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് പൂജ ചോദിച്ചു. പൂജ പറയാൻ തുടങ്ങി, പ്രിയ. ഹീറോയി പറയാൻ തുടങ്ങി, എന്ത് പറ്റിയടി പ്രിയ? പ്രശ്നമായിടി. എന്ത് പ്രശ്നം? എടി, നമുക്ക് വേറെ പ്ലേസിൽ പോയി എഡിറ്റിങ് ചെയ്യണ്ടേടി. അതെ, കുറച്ച് പ്ലേസ് ഉണ്ട്. ആ പ്ലേസിൽ നമുക്ക് നിറയെ എഡിറ്റിങ് ചെയ്യടി അങ്ങനെ ഹീറോയിനോട് പൂജ പറഞ്ഞു. അതുകൊണ്ട് പൂജ പറയുന്ന കേട്ട് ഹീറോയിൻ ഓക്കെ പറഞ്ഞു. നമുക്കിപ്പോൾ കൊറിയൊക്കെ പോവാം. അത് കേട്ട് ഹീറോയിൻ പറയാൻ തുടങ്ങി, മച്ചേ നമുക്ക് ഈ കാർട്ടൂൺ മൊത്തത്തിൽ ഇത് ചെയ്ത് കഴിയുന്നു, അതിനുശേഷം കൊറിയക്ക് പോകാമെന്ന് പറയായിരുന്നു. ഹീറോയിൻ ജോലിയിൽ എൻജോയ് തുടങ്ങി. ഈ പ്ലേസ് ഇപ്പം മണിയെടുത്ത ഹീറോയിൻ എല്ലാം പാക്കിങ് ചെയ്ത് കൊറിയക്ക് പോകുന്ന ഫ്ലൈറ്റിൽ കൊറിയക്ക് പോകുന്ന ഫ്ലൈറ്റിൽ ഹീറോയിൻ പറഞ്ഞായിരുന്നു കയറാൻ പോകാമെന്ന് പറഞ്ഞ്. ഇപ്പോട്ട് അങ്ങനെയായിട്ട് എയർപോർട്ട് പറഞ്ഞ് കുറേ ഡേയ്സ് കഴിഞ്ഞ് കൊറിയക്ക് എത്തി. ഹീറോയ്ക്ക് കൊറിയൻ പ്ലേസ് കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങി, ഫോൺ ഓൺ ചെയ്യും മച്ചേ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ ഫോൺ ഓൺ ചെയ്ത് പല ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഹീറോയിൻ ചെല്ലോട്ട് സൈറ്റ് അടിക്കായിരുന്നു ഫോട്ടോത്തിന്. മച്ചി പ്ലേസ് നന്നായിട്ടുണ്ടല്ലേ എന്നെ പറഞ്ഞു. അതെ, അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, പറഞ്ഞ ഒരു ഫോട്ടോസ് എല്ലാം എടുക്കായിരുന്നു. ഹീറോയിൻ്റെ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നു. അതിൽ ഹീറോയിൻ നിറയെ ഫോട്ടോ എല്ലാം എടുക്കാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് പ്ലേസ് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഹീറോയിൻ പറഞ്ഞു ആ പ്ലേസിൽ കുറേ പ്ലേസിൽ ഹീറോയ്ക്ക് ഇങ്ങനായിട്ട് ഇറങ്ങായിരുന്നു. രാവിലെ ആയപ്പിന് ഹീറോയിൻ മൊത്തം പ്ലേസിൽ കറങ്ങായിരുന്നു. ഹീറോയ്ക്ക് ടയർഡായി. എടി, കോഫി ഷോപ്പ് എവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് അവരിന്ന് രണ്ടുപേരുന്ന് ഹോട്ടലാണ്. അതെ, കോഫി ഷോപ്പ് പറഞ്ഞ ഫുൾ ഹോട്ടൽ കോഫി ഷോപ്പ് അവിടെ റെസ്റ്റോറൻറ്റ് മാത്രം ജീനിൻ്റെ ഹോട്ടലാണ്. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോയിന്ന് ശരിക്കും സംസാരിക്കാൻ ജിൻ യഥാർത്ഥത്തേക്ക് നടന്നു പോകുമ്പോൾ നിന്നൊരു ഹീറോയിനെ നോക്കുമായിരുന്നു. ഹീറോയിൻ്റെ ഹെയർ സ്റ്റൈൽ പാത്രത്തിൽ നന്നായിട്ട് പറക്കായിരുന്നു. ജിന്ന് വെച്ച് കണ്ണടക്കാതെ ഹീറോയിനെ നോക്കാൻ സ്റ്റോക്കായി. ആറാമ്മയോട് സംസാരിച്ച് ജിന്നു കൂടെ പോയിരുന്നു. ആറാമ്മക്ക് ഡൗട്ട് വന്നു. ജിന്നു ശ്രദ്ധവും കേൾക്കുന്നില്ല. തിരിഞ്ഞോക്ക് ജിന്നു ചുള്ളു വിട്ട് നോക്കായിരുന്നു. ഇവൻ എന്താ നോക്കുന്നതെന്ന് യഥാർത്ഥ തിരിഞ്ഞ് നോക്കി ജിൻ നോക്കുന്ന പ്ലേസ്. ആറാമ്മക്ക് ഷോക്കായിരുന്നു. എടാ ജിൻ എന്താ പറയുക? ജിൻ തരുന്നു. എന്താ ആറാം? ഇല്ല, നീ എന്താ ചെയ്യുക? ജിൻ ഫോൺ എടുത്ത് ഹീറോയുടെ ഫോട്ടോ എടുത്തു. പിന്നെ അകത്ത് വന്നു. ജിന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അതിൽ ജിന്ന് ഫോട്ടോ എടുത്ത് അകത്ത് വന്നു. ജിന്ന് അവരോട് ചോദിക്കുക ആറാമിനോട്. ആറാം ഷോക്കായിട്ട് നോക്കായിരുന്നു. ഇവനൊക്കെ എങ്ങനെപ്പാ, ഇവൻ എന്തിനാ ചോദിക്കുന്നതെന്ന് ആറാമുക്ക് ഒന്നും മനസ്സിലായി. ആറാമ്മ കേട്ടായിരുന്നു. ജിന്നു കേട്ടായിരുന്നു. ആറാമ്മ ജിന്നിനാണ്ട് ബോസ് നിങ്ങൾ എന്താ വിളിച്ചത്? എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന് ജിന്ന് പറഞ്ഞു. റൂമിൽ പോയി ജിന്നിൻ്റെ റൂമിൽ. അതെ, ജിന്ന് സെക്രട്ടറി ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞ് ബാസ് എന്ന് വിളിച്ചായിരുന്നു. ബോസ് എന്ന് വാതിൽ തുറന്നു. എന്താണ് അർത്ഥം? കണ്ടുപിടിച്ചു ബോസ്. നിങ്ങൾക്ക് വാതിലോടെ ചാർത്തി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തട്ടുന്ന സൗണ്ട് കേട്ടോ. ജിൻ തുറന്ന് പറഞ്ഞകത്ത് വന്നു. സാർ, ഇവരുടെ പേര് ഇതാണ്, ഇവരുടെ ഫ്രണ്ടാണ് ഇവരാണ് ഹോട്ടലിൽ ഇത് ബുക്ക് ചെയ്തതെന്ന് പൂജാറി ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞു. 3 പേര് ഫോട്ടോ അതിൽ കാണാൻ പറ്റും. അങ്ങനെ ഇവരുടെ പേരെന്തോ ഇത് പറയുന്ന കേട്ടായിരുന്നു. അതെ, ഇവരുടെ 3 പേരുടെ പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ഇവരുടെ പേര് ഇതാണ് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ജിന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ആ റൂം കാർഡ് വേണമെന്ന് ജിന്ന് കേട്ടായിരുന്നു. അതെ, ആ റൂം പറഞ്ഞ ജിന്നിൻ്റെ ആണ്. ജിന്ന് പറഞ്ഞ ഓരോ റൂമുക്ക് കീസ് വെക്കായിരുന്നു. അത് ജിൻ പറഞ്ഞതുകൊണ്ട് കീ കൊടുത്തായിരുന്നു. അതുകൊണ്ട് അകത്തേക്ക് ജിൻ വരായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് പൂജക്ക് കോൾ വന്നു. കീർത്തി അടിയിരുന്ന് ചക്കായിരുന്നു. മച്ചി പൂജ അവിടെ നിന്ന് പോയി. കീർത്തിക്ക് കോൾ വന്നു. കീർത്തി പറഞ്ഞു, അയ്യോയ്യോ മച്ചി വിളിക്കാം, നീ ഇവിടെ വാതിൽ വന്നാക്കിക്കോ. ശരി, ഓക്കെ എന്ന് ഹീറോ വാതിൽ വന്നാക്കി.
കുളിച്ചിട്ട് ബ്രഷിട്ട് വരാമെന്ന് ഹീറോ കുളിക്കാൻ പോയിരുന്നു. അതെ, കുളിച്ച് ബ്രഷായിട്ട് ഹെയർ സ്റ്റൈൽ ഇതാക്കി പിന്നെ ഒരു ബണ്ണ്, അതെ ബൺ പറഞ്ഞ അങ്ങനെ കുളിച്ച് ബ്രഷായിട്ട് ഹെയർ സ്റ്റൈൽ ഇങ്ങനെ വെച്ചായിരുന്നു. അയ്യോ, ഇങ്ങനെയായിട്ട് ഹീറോ ഇങ്ങനെ വെളിയിൽ വന്നായിരുന്നു. കുളിച്ച് ബ്രഷായിട്ട് അങ്ങനെയായിട്ട് വെളിയിൽ വന്ന് ഇങ്ങനെ വെച്ചായിരുന്നു. അയ്യോ, അമ്മ വിളിക്കുക എന്ന ഫോണെടുത്ത് അമ്മ എന്ന് സംസാരിക്കുക. ജിന്ന് വാതിൽ ലോക്ക് ചെയ്ത് ഹീറോയിലൊന്ന് ഫോൺ ചെയ്ത് ശരി ഓക്കെ ഹെയർ സ്റ്റൈൽ കുറച്ച് ഉണങ്ങട്ടെ എന്നെ എടുക്കാതെ മുടി എടുക്കാതെ എടുത്തത് തിരിഞ്ഞു നോക്ക് ഹീറോയുടെ അടുത്ത് വന്ന് ഇത് എന്തോ സ്മെല്ല് വരാൻ തിരിഞ്ഞു നോക്ക് ജിന്ന്. എനിക്ക് ഷോക്ക്, ഇത് റിയലാണ്, ഇതെന്ത് എനിക്ക് ഡ്രീം കാണുന്നതാണ് ടച്ച് ചെയ്തത്. ജിൻ പിടിച്ച് ഹക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾ 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 എങ്ങനെ ഇവിടേക്ക് വന്ന, നിങ്ങൾ ആരാ എന്നാ കേട്ടോ ജിൻ മുറിക്കായിരുന്നു കേട്ടോ. എന്നെ അറിയാത്ത ആരെയുണ്ടോ എന്ന് ജിൻ ഇംഗ്ലീഷിൽ കേൾക്കായിരുന്നു. ഇത് കേട്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അയ്യോ, ഇവർക്ക് അറിയുന്ന സർ ജിൻ ഹീറോയിനെ ഹക്ക് ചെയ്തു. അതുമാത്രമല്ല ഒരു നൂലുണ്ടായി, അതൊരു അളവെടുത്ത് ഹീറോയിനെ ഹക്ക് ചെയ്ത് ഹീറോയിനെ പിടിച്ച് കിസ് ചെയ്താണ്. ഇതിവിടെ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. വീട് എന്ന് പറയായിരുന്നു. അങ്ങനെ പെട്ട് തള്ളി അങ്ങനെ കിസ് ചെയ്താണ്. വീട് തന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഹീറോയെ പേടിക്കാതെ. ജിൻ പറഞ്ഞു അത് ബേബി എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു എന്ന് ജിൻ പറഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് എനിക്ക് ഷോക്കായിരുന്നു. അതെ, ഈ പ്ലേസിൽ വന്നതാണ് എനിക്കറിയാം. അതുമാത്രമല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മ രണ്ടുപേർ എന്നാ പറഞ്ഞു നാളെ ഈ പ്ലേസ്ക്ക് വാ എന്ന് ജിന്ന് പറഞ്ഞു ഒരു പ്ലേസ് പറഞ്ഞു. അതുകൊണ്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതെ, ഈ പ്ലേസ് കണ്ടിട്ട് തന്നെ വരണം ജിൻ പറഞ്ഞു. അവിടെ നിന്ന് പോയി. ഇതോടെ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഇടി വീണാനൊക്കെ ആയിരുന്നു. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട് വാതിൽ അയ്യോ ഇവൾക്ക് എന്ത് പറ്റി, ഹീറോ ലോക്കാന്ന് ഇട്ടിട്ടായിരുന്നു വാതിൽ. അയ്യോ വാതിൽ തുറക്കുന്നതെന്ന് തുറന്ന് നോക്കുമ്പോൾ ഹീറോ ഇടി വീണാന്നെനിക്ക് ഷോക്കായിരുന്നു. ഫ്രണ്ട്സിലേക്ക് ഇറങ്ങി റോസ് കേക്കാണ് എന്ത് പറ്റി, എന്ത് നടന്നൂടാ.